ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളുമായ 10-ലധികം പേരെ കാണാനില്ല. ജമ്മു കാശ്മീർ പോലീസിന്റെയും ഫരീദാബാദ് പോലീസിന്റെയും പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇവരെ കാണാതായത്. കാണാതായവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അന്വേഷണം ഉണ്ടായ സാഹചര്യത്തിൽ ഇവർ കടന്നു കളഞ്ഞു എന്നാണോ? വിജയകുമാർ, ഈ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെയാണ് ഈ അൽഫലാഹ് സർവകലാശാല കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധന. അത് ജമ്മു കാശ്മീർ പോലീസും ഫരീദാബാദ് പോലീസും അതിനുശേഷം NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികളും സർവകലാശാല കേന്ദ്രീകരിച്ച പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പലരെയും ഈ സർവകലാശാലയിൽ കാണാനില്ല എന്ന വിവരം പുറത്തു വരുന്നത്. അതിൽ ജോലി ചെയ്യുന്നവരും അവിടെ പഠിക്കുന്നതായിട്ടുമുള്ള ആളുകൾ ഏതാണ്ട് 10-ലധികം പേരെ കാണാനില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇവരെ കാണാതെയായത്. കാണാതായവരിൽ 3 കശ്മീർ സ്വദേശികളുമുണ്ട് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഉള്ളത്. അവരുടെ അനുമാനം ഇതിൽ പലർക്കും ഈ ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളതായുള്ള ചില സംശയങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവരെ കണ്ടെത്താനുള്ള ഒരു പട്ടിക തയ്യാറാക്കി തന്നെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതെന്നാണ് അന്വേഷണ ഏജൻസി അറിയിക്കുന്നത്. കാരണം ഇതിനുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട ഷഹീൻ ഷാഹിദ്, മുസാമിൽ അടക്കമുള്ളവർ ഈ അൽഫലാഹ് സർവകലാശാലയിലായിരുന്നു. അവിടെ മറ്റ് ഇവിടെ പഠിക്കുന്നവരുമായും ജോലി ചെയ്യുന്നവരുമായും എല്ലാം ഇവർക്ക് പല ബന്ധങ്ങളുള്ളതായുള്ള സംശയങ്ങൾ തുടക്കം മുതലേ അന്വേഷണ ഏജൻസികൾക്കും ഉണ്ടായിരുന്നു. എന്തായാലും ആ പരിശോധനയ്ക്ക് പിന്നാലെ ഒരു ഭയത്തിന്റെ പേരിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലാണോ ഇവർ കാണാതായത് എന്ന് സംബന്ധിച്ച വിവരമില്ല. എന്തായാലും നിലവിൽ കാണാതായവരുടെ ഒരു പട്ടിക അന്വേഷണ ഏജൻസി തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വിജയകുമാർ. യെസ്, ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു 10-അംഗ സംഘത്തെയാണ് കാണാൻ ഇല്ലാത്തത്. അവരെവിടെയെന്ന് അറിയില്ല. എന്തായാലും ദുരൂഹമാണ് നീക്കങ്ങൾ. ഡൽഹി പോലീസും അതുപോലെ ജമ്മു കാശ്മീർ പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.